ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ ക്ലോത്ത് ഡൈപ്പേഴ്സിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പം നമുക്ക് മഴക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമ്മൾ മൂത്രമൊഴിച്ചാലും കുട്ടികൾ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് തിരുമ്പി എത്ര തിരുമ്പിയാലും നമുക്കത് ഉണങ്ങി കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ആ ഒരു പ്രോസസ്സിങ് കുറച്ചുകൂടി ഈസി ആക്കാനാണ് നമ്മൾ ഈ ക്ലോത്ത് ഡൈപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇത് സൂപ്പർ ബോട്ടം യൂനോൻ്റെ ക്ലോത്ത് ഡൈപ്പറാണ്. ഇത് നമുക്ക് സൂപ്പർ കംഫർട്ടായിട്ടുള്ള ഒരു ഡൈപ്പറാണ്. എനിക്ക് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡൈപ്പറാണ് കൂടിയാണ്. നമുക്ക് ഡിസ്പോസിബിളും വേണം. ഡിസ്പോസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡിസ്പോസ് ചെയ്യാനൊന്നും കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. നമുക്കത് പിന്നെ ഒരു 500 രൂപയ്ക്ക് നമുക്കൊരു കുറച്ച് ഒരു ക്വാണ്ടിറ്റി മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ ഒരു ഡൈപ്പർ നമുക്ക് ഓഫർ പ്രൈസിന് നമുക്കത് വാങ്ങാൻ പറ്റുന്നതാണ്. വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വാഷ് ചെയ്ത് നമുക്കിത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഏത് സൈസിലുള്ള കുട്ടികൾക്കും നമുക്കിത് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണിത് ഉള്ളത്. ഇതിൻ്റെ ഒരു ബോഡി പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോളിസ്റ്റർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ട് ഫിക്സ് ചെയ്യുന്നൊരു സാധനം നല്ല കോട്ടണിൽ വരുന്നൊരു സാധനമാണ്. കുറച്ചും കൂടെ ഒരു തിക്ക് ഉണ്ട്, കുറച്ച് തിക്ക് എത്ര ഉള്ളൂ ഇതിൻ്റെ തിക്ക്. അത് പക്ഷേ ഇത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പോർഷനാണ്. ഇതിന് ഈ ഒരു പോർഷനിലാണ് നമ്മൾ യൂറിനും കുട്ടികൾ ബാത്റൂം അപ്പിയൊക്കെ ഇതിലാണ് ഫിക്സ് ആവുക. അപ്പോൾ ഇതിന് ലീക്ക് ആവുകയോ ഒന്നുമില്ല. ഇത് ഇപ്പോൾ നമ്മൾ കുട്ടി മൂത്രം ഒഴിച്ചാൽ തന്നെ ഇതിൽ ഒരു 12 മണിക്കൂർ എന്നാണ് ഈ ഒരു ബൂസ്റ്റർ പാഡാണ്. ഇതിന് 12 മണിക്കൂറാണ് അവർ അബ്സോർബിങ് പറയുന്നത്. 12 മണിക്കൂറൊന്നും നമ്മൾ വെച്ച് കൊടുക്കാറില്ല. ഇപ്പോൾ രാത്രിയാണ് ഇത് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ കൂടുമ്പോൾ ഞാനിത് ചേഞ്ച് ചെയ്യാറുണ്ട്. നമുക്കൊരു ഡിസ്കംഫർട്ടായിട്ടാണ്. പക്ഷേ ആ ഒരു 3 മണിക്കൂർ കഴിഞ്ഞാലും നമ്മൾ കുട്ടിയുടെ മേത്താണെങ്കിലും ഈ ഒരു പോർഷനിലാണെങ്കിൽ നമ്മൾ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വെറ്റായിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു ബാക്ക് പോർഷൻ കുറച്ച് നനഞ്ഞിട്ടുണ്ടാവും. കുറച്ച് വെയിറ്റും ഇതിന് വന്നിട്ടുണ്ടാവും. ഞാൻ മൂത്രം ഒഴിച്ച് കഴിഞ്ഞ് ഇതിനൊരു വെയിറ്റ് വരും, അതുള്ളൂ. പക്ഷേ ഈ ഒരു ഭാഗം എപ്പോഴും ഡ്രൈ തന്നെ ആയിരിക്കും. കുട്ടിയുടെ സ്കിന്നും ഡ്രൈ തന്നെ ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ അതാണ്. പിന്നെ ഇത് കുറച്ച് ഞാൻ പറഞ്ഞില്ല കംഫർട്ടബിളാണ്, സൂപ്പർ ക്യാരിങ് ആണ്. എന്താ വെച്ചാൽ നമ്മൾ തിരുമ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മെഷീൻ വാഷാണ് ചെയ്യുന്നതെങ്കിൽ അതിന് തന്നെ നമുക്ക് ഡ്രൈ ആയി കിട്ടിയാൽ പിന്നെ ഒരു ഫാനിൻ്റെ കാറ്റൊക്കെ മതി ഇതൊന്നും ഉണങ്ങി കിട്ടാൻ. വെയിലത്താകുമ്പോൾ ജസ്റ്റ് വെയിലത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണങ്ങി കിട്ടും. പിന്നെ ഇത് നമ്മൾ കയ്യിലിട്ട് തിരുമ്പുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിഴിയരുത്. ഇങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മെറ്റീരിയൽ അത് ഏത് ഡ്രസ്സ് ആണെങ്കിലും പോലും നമ്മൾ ഇങ്ങനെ തിരിച്ച് പിഴിയരുത്. ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് പിഴിയാനാണ് ഇതിന് പാടുള്ളൂ. അപ്പോൾ നമുക്കത് കുറച്ചും കൂടെ ഇതിന് ലോങ് ലൈഫ് ഉണ്ടാവും. പിന്നെ ഇത് 3 വയസ്സ് വരെ യൂസ് ചെയ്യാമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതേപോലെ നമുക്കറിയാം. അപ്പം ഞാനിത് ഏകദേശം 6 മാസത്തോളം യൂസ് ചെയ്യുന്നു. മോനിക്ക് ഇപ്പോൾ 6 മാസമാണ്. 6 മാസം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് യാതൊരു കംപ്ലൈൻറ്റ് വരാത്തൊരു സംഭവമാണ്. ഇപ്പോൾ 6 മാസമായതിന് ശേഷം ഇതിന് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ കെട്ടിക്കൊടുത്തൊരു 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ സ്മെല്ല് വരുന്നുണ്ട്. യൂറിൻ്റെ സ്മെല്ല് പുറത്ത് വരുന്നുണ്ട്. അതുവരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 6 മാസമായപ്പോഴാണ് അങ്ങനെ ഒരു ഇതിന് കാണുന്നത്. പക്ഷേ നമുക്കിപ്പോൾ മേത്ത് മൂത്രമാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിത് കെട്ടിക്കൊടുക്കുന്നത്. ആ ഒരു പ്രോസസ്സ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്.